ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് ധനക തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഞാനിന്ന് വളരെ കഠിനമായൊരു സാഹസത്തിന് മുതിരുകയാണ്. അതിനൊരു ലക്ഷ്യമേ ഉള്ളൂ. അതായത് ഈ ധനക തിരുനാൾ പണ്ട് ക്രിസ്മസിനോടൊപ്പമോ അതിനേക്കാളും കേമമായിട്ട് ആഘോഷിച്ച തിരുനാളാണ്. പിന്നെ സാവകാശം തന്നെ പ്രാധാന്യം എങ്ങനെയോ നഷ്ടപ്പെട്ടു. അന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ സുറിയാനി കത്തോലിക്ക സഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏതെല്ലാം മാർഗം ഉപയോഗിച്ചും അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. നമ്മുടെ വീഡിയോ ചാനലിൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ധനക തിരുനാളിൽ പ്രദക്ഷിണ ഗീതം പാടുന്ന ഒരു പാട്ടുണ്ട്. ഏൽപ്പയ്യ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ്. ഏൽപ്പയ്യ ഏൽപ്പയ്യ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ഞാനതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. തൂയ ഈ രീതിയിലാണ്. എനിക്ക് ഒട്ടും പാടാൻ അറിയില്ല. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഈ മലയാളം കുർബാന ചൊല്ലാതിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വല്ലപ്പോഴും ഒരിക്കലൊക്കെ ചൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് പാട്ട് ഒട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈ തൂയ രീതിയിൽ എൻ്റേതായ രീതിയിലൊന്ന് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ പൊറുക്കണം. കഠിനമായ സാഹസമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇതിൻ്റെ ട്യൂണും ഒക്കെ നിങ്ങൾക്ക് മറ്റ് യൂട്യൂബിൽ നിന്നൊക്കെ കേൾക്കാൻ പറ്റും. ഞാനിത് ഈ പാട്ടൊന്ന് പരിചയപ്പെടുത്താനും ഈ ധനക തിരുനാളിൻ്റെ പ്രാധാന്യം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാകാനും വേണ്ടി ചെയ്യുന്നതാണ്. തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട്, ക്ഷമിക്കണം. പക്ഷേ എൻ്റെ ഉദ്ദേശശുദ്ധി ഓർത്ത് മാപ്പ് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ പാട്ട് എനിക്കറിയാവുന്ന തരത്തിൽ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. കന്യക തന്നുടയുദരത്തിൽ ഈശോ വാണിടും നാളിൽ ഏലീശോ തന്നുദരത്തിൽ തുള്ളിച്ചാടി യോഹന്നാൻ. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. കാലത്തികവിൽ യോഹന്നാൻ യോർദാൻ നദിയിൽ വന്നെത്തി. ഗുരുവിനെ നേരിൽ ദർശിച്ചു, ദാസൻ ഗുരുവിനെ വന്ദിച്ചു. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. താതൻ തന്നുടെ ദിവ്യസുതൻ മഹിമാവോലും ശോഭയുമായി താതൻ തൻ്റെ മഹത്വത്തെ യോർദാൻ നദിയിൽ വെളിവാക്കി. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. അബ്രാഹത്തിൻ സന്തതി തൻ നിത്യനിഗൂഢ സ്വഭാവത്തെ യോർദാൻ നദിയിൽ തെളിവായി യോഹന്നാനോ ദർശിച്ചു. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. യോഹന്നാൻ ഉച്ചത്തിൽ യൂദജനത്തോട് ഘോഷിച്ചു, ഇവനാണല്ലോ ദൈവത്തിൻ കുഞ്ഞാടിവനെ ദർശിപ്പിൻ. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. പാപകനാലേ റൂഹായാൽ മാമോദീസ നൽകുമവൻ പാപകടങ്ങൾ മോചിക്കും മനുജരെ ദൈവിക സുതരാക്കും. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. നമ്മുടെ മർത്യ ശരീരങ്ങൾ ദേഹിയും അവനാൽ ശുചിയാകും. നീതീകരണവും അതുപോലെ അവനാലല്ലോ നിത്യതയും. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. വിണ്ണിൻ വാതിൽ തുറക്കുന്നു മണ്ണും വിണ്ണും ഒന്നാക്കാൻ പാവന ത്രിത്വരഹസ്യങ്ങൾ മിശിഹാ വെളിവാക്കിയിടുന്നു. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ
സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. താതൻ തന്നുടെ ദിവ്യസ്വരം നീയൻ സൂനു പ്രിയസൂനു റൂഹ തന്നുടെ ആവാസം നിന്നിൽ പൂരിതമാകുന്നു. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. ആദിമമർത്യൻ ആദാമിൻ പാപം മണ്ണിൽ തുടരുന്നു. രണ്ടാമാദം മിശിഹായോ അതിനിക പരിഹൃതി നേടുന്നു. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. നരരെ വിണ്ണിൽ കരയേറ്റാൻ മിശിഹാ പാത തുറക്കുന്നു. പാവന റൂഹ പരിചിലിത പാതയിൽ നടകൾ തീർക്കുന്നു. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. മിശിഹാ തന്നുടെ പാതകളിൽ പദമൂന്നീടും മാനവരോ ഭാഗ്യമിയെന്നവരാണെന്നും വിണ്ണിൽ ജീവൻ നേടുമവർ. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. സത്യവെളിച്ചം മിശിഹായേ സഭയിൽ മോദം നൽകിയ നിൻ മാമോദീസ മഹനീയം നിന്നുടെ ദയയും സ്തുത്യർഹം. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. മിശിഹാനാഥ നിന്ദനക സഭയെ ദൃഢമാക്കിയിടുന്നു. നിന്നുടെ പാവന പെസഹായാൽ സഭയെ മോചിതയാക്കുന്നു. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. ഒളിമങ്ങാത്ത മഹത്വത്തിൻ മോഹന വസനം തിരുസഭയെ അണിയിച്ചവനാം മണവാളൻ മിശിഹാ നിത്യം സ്തുത്യർഹൻ. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. തൻ തിരുമെയ്യും തിരുനിണവും നൽകി സഭയ്ക്ക് വിരുന്നേകം അവളുടെ പാപം മായിക്കും മിശിഹാ നിത്യം സ്തുത്യർഹൻ. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. മാലാഖമാരൊത്തെന്നും മാനവർ പാടും സ്തുതിഗീതം. ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ സുതനെ അയച്ചോൻ പരിശുദ്ധൻ. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. ബാവാക്കെന്നത് പോൽ സുതനും റൂഹാക്കും സ്തുതി എന്നേക്കും. ആദ്യം മുതൽക്കെന്നത് പോലെ ആമേൻ ആമേൻ അനവരതം. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. ത്രിത്വരഹസ്യം വെളിവാക്കി താതനെ നാം ഇന്നറിയുന്നു. ദിവ്യാത്മാവാൽ പൂരിതരായി ജീവിത സ്ലീവായാൽ നമ്മെ നാഥൻ മുദ്രിതരാക്കട്ടെ. അപകടമോചിതരാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏലേൽ പയ്യ ഏൽ പയ്യ ഏലേൽ പയ്യ ഏൽ പയ്യ സത്യവെളിച്ചം മിശിഹായേ നിന്നുടെ ധനകാസ്തുത്യർഹം. ഏൽ ഏൽ പയ്യ ഏൽ ദൈവം ഏൽ ദൈവം പയ്യ റേഡിയന്റ് വെട്ടിത്തിളങ്ങുന്നു പ്രകാശമാകുന്നു. ദൈവം ദൈവം വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാകുന്നു. സത്യവെളിച്ചം ദൈവമാകുന്നു. മിശിഹ സത്യവെളിച്ചമാകുന്നു. ഈ സത്യവെളിച്ചം അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം വെളിപ്പെട്ട സ്ഥലമാണ് മാമോദീസ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് ലൂക്ക പറയുന്നു. അപ്പോൾ ആകാശം പിളർന്നു. പരിശുദ്ധാത്മാവ് പരിശുദ്ധ റൂഹ
പ്രാവിൻ്റെ ദേഹരൂപത്തിൽ ഈശോയുടെ മേൽ വന്ന് വസിച്ചു. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ദൈവപിതാവ് പുത്രനോട് സംസാരിച്ചു, നീ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകസത്യ ദൈവം വെളിപ്പെടുത്തിയ, ലോകത്തിന് വെളിപ്പെടുത്തിയ, യോഹന്നാൻ അത് കണ്ട് സാക്ഷ്യപ്പെടുത്തി. ആ സംഭവമാണ് ധനക. അതിങ്ങനെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാട്ടില്ലാത്തത് കൊണ്ടും പിന്നെ പാടാനുള്ള സംവിധാനം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒട്ടും ശരിയായിട്ടില്ല എനിക്കറിയാം. എങ്കിലും ആ വാക്കും ദൈവശാസ്ത്രം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ദൈവം ദൈവം നീ വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണ്, നീ വെളിപ്പെടുത്തുന്ന പ്രകാശമാണ്, നീ തൃത്വത്തെ വെളിപ്പെടുത്തി. ഞങ്ങളുടെ ദൈവം അതൊരു കുടുംബമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുന്ന കുടുംബമാണ് എന്ന് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയ രംഗമാണ് യോർദാനിലെ മാമോദീസ. അതേ വെളിപാട് തന്നെ കുരിശിലെ രക്തം കൊണ്ടൽ മാമോദീസയിൽ നടക്കുന്നു. അവിടെയും ഇതേ തൃത്വിക വെളിപാട് അവിടെയുണ്ട്. ഈ വെളിപാട് ഞങ്ങൾ ഏറ്റു പറഞ്ഞ്, നീയാണ് വെളിച്ചമെന്നും നീയാണ് ഞങ്ങളുടെ വെളിച്ചമെന്നും നീ നിന്റെ വെളിച്ചം വെളിപാടായിട്ട് ഞങ്ങൾക്ക് നൽകിയെന്നും അത് ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണെന്നും ഏറ്റുപറയുകയാണ് ധനഹായൽ. അതിനാൽ ഈ ധനഹായുടെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഈ കർത്താവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ, കർത്താവിൻ്റെ വെളിപാടിൽ ജീവിക്കാൻ, അങ്ങനെ നമ്മൾ തന്നെ ലോകത്തിൻ്റെ പ്രകാശമാകാൻ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ എന്തുമാത്രം കർത്താവിലേക്ക് അടുക്കുന്നുവോ, എന്തുമാത്രം ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വരുന്നുവോ, അത്രയാണ് നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാകുക. അങ്ങനെ പ്രകാശമായി ജീവിക്കാൻ ഈ ധനഹ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ. എൽ പയ്യ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.